ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. കുട്ടിക്ക് സ്കൂൾ അവധിയല്ലേ മഴ കാരണം. അപ്പോൾ വൈകിട്ട് എണീക്കാമെന്ന് വിചാരിച്ചു. വൈകിട്ട് എണീച്ചത് 6:30 എണീക്കുമ്പോൾ മുടിയെല്ലാം ഒന്ന് വാരി ഒതുക്കി കെട്ടി. അന്നേരം ഞാൻ വിചാരിച്ച്, ഞാൻ ഷോർട്ടാണ്, ന്യൂസ് ചാനലാണ്, പുതിയ ചാനലാണ് തുടങ്ങിയത്. അന്നേരം ഒരു ലോങ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. ഞാനിന്ന് ലീവല്ലേ, തിരക്കൊന്നും ഇടണ്ടല്ലോ, ഒന്നും അറിഞ്ഞൂടാ, വെറുതെ അത് റെഡിയാവുമോ എന്താണെന്നൊന്നും അറിയില്ല കേട്ടോ, വെറുതെ അങ്ങ് ഇട്ടു. പിന്നെ ഇതാന്ന് വിചാരിച്ചു, മുടിയെല്ലാം വാരി കെട്ടി. പിന്നെ പുതപ്പെല്ലാം ഒന്ന് മടക്കി വെക്കുന്ന ആദ്യമായിട്ടാ ലോങ് വീഡിയോ എല്ലാം ഇങ്ങനെ. നമ്മളെപ്പോലത്തെ ചെറിയ ചാനലെല്ലാം ലോങ് വീഡിയോ ഇട്ടാൽ ആരും കാണത്തൊന്നുമില്ല. എന്നാലും ഒന്ന് വെറുതെ ഒന്ന് രസത്തിന് ഇട്ടതാണ്. നമ്മളിപ്പോൾ അതിനായിട്ടൊന്നും മെനക്കേടണ്ടല്ലോ. നമ്മൾ രാവിലെ എണീക്കുന്ന വീഡിയോസ് അടങ്ങ് ക്യാമറ ഓണാക്കി വെച്ചാൽ മതി, അതങ്ങ് വർക്ക് ചെയ്തോളൂ. നമ്മൾ ചെയ്യുന്ന പണി നമ്മളങ്ങ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അതിൻ്റെ പുറകെ നടക്കണ്ട. അങ്ങനെ ഉദ്ദേശിച്ചിട്ടാണ് എടുക്കാമെന്ന് അങ്ങ് വിചാരിച്ചു. റെഡി ആവുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. കുട്ടികളെ വിളിക്കാമെന്ന് വിചാരിച്ചു ഉണർത്താൻ. അന്നേരം ഓരോ ഉണർത്താൻ വേണ്ടി നോക്കുന്ന അപ്പോൾ അതാ ഉണർന്ന് അച്ചുവിനെ ഉണർത്തണം. അന്നേരം മൂക്ക് ചെറുതായിട്ടൊന്ന് അടഞ്ഞിന്, ഫാനിട്ടിട്ടാ തോന്നുന്നു. അന്നേരം മൂക്ക് വിക്സ് എടുത്തിട്ട് മൂക്കിനെല്ലാം ഒന്ന് വലിച്ചു, അതവിടെ വെച്ച് അപ്പോൾ എണീച്ചിരിക്കുന്നുണ്ട്. അച്ചു അതാ എണീക്കുന്നു. അച്ചുവിനെ എണീച്ച് മടിയിൽ വെച്ച് ഞാൻ ഇങ്ങനെ രണ്ടാളും എണീച്ചു. കുട്ടികളോട് കഥം പറഞ്ഞ് ഓരോട് കോലായി പോയിരിക്കാൻ പറഞ്ഞു ഞാൻ. എന്നിട്ട് അപ്പോൾ പുതപ്പെല്ലാം ഒന്ന് മടക്കി വെക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ തിരക്കിടണ്ടല്ലോ, ക്ഷമയോടെ ഓരോന്നോരോന്നങ്ങ് ചെയ്യുന്നതാ. സ്കൂള് ലീവായത് കൊണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഇത്ര ക്ഷമയോടെ ചെയ്യാനൊന്നും പറ്റൂല. രാവിലെ ഒരു ഓട്ടമായിരിക്കും, സ്കൂൾ ബസ് വരാനായി, അങ്ങനെ ഇങ്ങനെ നല്ല വല്ലാത്തൊരു തിരക്കും ടെൻഷനും കാര്യങ്ങളായിരിക്കും. അന്നേരം ഒന്നിനും പറ്റൂല. ഇന്നിപ്പം മഴയല്ലേ, പുറത്തിറങ്ങാൻ പറ്റില്ല. മുറ്റത്തെല്ലാം ഉറവ് വെള്ളം വന്നിട്ട് തെറ്റാത്ത മഴയാ നമ്മളെ ജില്ലയിലൊക്കെ. എല്ലാം മടക്കി ഒന്ന് ഒതുക്കി വെച്ച് ഒരുവിധം അങ്ങ് മടക്കിയിട്ടാളൂ, വൃത്തിയാക്കിയിട്ടൊന്നുമില്ല. പണിയെല്ലാം കഴിഞ്ഞ് പിന്നെ വന്നിട്ട് എല്ലാം റെഡിയാക്കും. കുട്ടികൾ രണ്ടാളും വന്ന് കോലായിലിരുന്നു. പുറത്ത് കാഴ്ചകളതാ കാണുന്നു. തോളുമല കൈ വിട്ട് ഏട്ടനും അനിയനും രണ്ടുപേരും കൂടി ഇരുന്ന് പുറത്ത് കാഴ്ചകൾ കാണുകയാണ്. ഇങ്ങനെ ഓരോന്ന് കിളികളും അണ്ണാൻ ഇഷ്ടം പോലെ അണ്ണാൻ മരത്തുമല്ലതാ അങ്ങനെ ഉണ്ട്. ആ കാഴ്ചകളാണ് കാണുന്നത്. അപ്പോൾ അതാ കഴിച്ചുകൊണ്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട് അച്ഛന്. അവിടെ കിളി വന്നിരിക്കുന്നു. കാക്കകൾ ഇഷ്ടം പോലെ രാവിലെ തന്നെ വന്നിട്ടുണ്ട്. കാ ഒന്ന് പറഞ്ഞ് നിലവിളിക്കുന്നു. രണ്ടുപേരും രസിക്കുന്നുണ്ട് കേട്ടോ നോക്കിയിട്ട്. അതെല്ലാം കഴിഞ്ഞ് രാത്രി കിടക്കാൻ നേരത്തെ റേഷൻ അരി കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ പുട്ട് ചൂടാന്ന് വിചാരിച്ചിട്ട്. ചില ദിവസം അരി ഇട്ടാൽ രാവിലെ എണീക്കുമ്പോൾ കറണ്ട് ഉണ്ടാവില്ല. ഇന്നിപ്പോൾ കറണ്ട് ഉണ്ട്, കറണ്ട് പോയിട്ടില്ല. അന്നേരം നമ്മൾ മിക്സിൻ്റെ ജാറിലങ്ങ് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാമെന്ന് വിചാരിച്ച് ഞാനതെല്ലാം ഇട്ട് വെക്കുന്നുണ്ട്. അതൊന്നും റെഡി ആവുന്നില്ല വെച്ചിട്ട്. അതിൻ്റെ പിന്നെന്തോ കുറച്ച് ഇതായിട്ടുണ്ട്, പഴയതായിട്ട്. ഞാൻ അതെന്തോ ഒതുക്കി ഇതാക്കി വെച്ച് പൊടിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ്. അന്നേരം അതെല്ലാം സ്വിച്ചിലിട്ട് പൊടിച്ചെടുത്ത് ഞാൻ പുട്ടെല്ലാം ചൂടാന്ന് വിചാരിച്ച് അരിയെല്ലാം അങ്ങ് പൊടിച്ചു. പാത്രം എടുക്കാൻ വേണ്ടി പോന്നു. പാത്രം എടുത്ത് പുട്ട് കുഴച്ച് തേങ്ങയിലിട്ട് അടുപ്പത്ത് വെച്ച് പുട്ട് അടുപ്പത്തെല്ലാം വെച്ചിട്ടായി. അങ്ങനെ ഓരോരോ പണിയെടുക്കാമെന്ന് വിചാരിച്ച് ഒരു ചെറിയ തുണിയെല്ലാം എടുത്ത് ഗ്യാസിൻ്റെ മുകളിൽ പൊടിയെല്ലാം ഉണ്ടായിരുന്നു. എന്നിട്ട് അതെല്ലാം ഒന്ന് തുടയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് തീർത്ത പണിയൊന്നും കഴിച്ചിട്ടില്ല. എല്ലാം സിമ്പിൾ പണിയാണ് ഇന്നത്തത്. പിന്നെ എല്ലാം ചായ കുടി കഴിഞ്ഞിട്ടാണ് ബാക്കി എല്ലാം തുടങ്ങും. കുട്ടികൾ അവർക്ക് ചായയും കൊടുത്താൽ പിന്നെ പേടിയില്ലല്ലോ, അവരങ്ങ് കളിച്ചോളൂ. അന്നേരം നമുക്ക് നമ്മളെ പണി അങ്ങ് എടുക്കാം. അന്നേരം താഴെ പൊടിയായിട്ടുണ്ടായിരുന്നു. അന്നേരം ഒന്ന് അടിച്ചുമായിരുന്നു. അതെല്ലാം അടിച്ചു വാരിയ മഴ ചിമ്മാനുണ്ട് ഇങ്ങനെ അടുക്കള ജനൽ കൂടെ ഇങ്ങനെ പാർന്ന്. അന്നേരം വെള്ളത്തിൻ്റെ കളിയാ. അടിച്ചെല്ലാം വാരി കുട്ടികളുണ്ട് ഇങ്ങനെ കളിക്കുന്നു. അമ്മേ ചായ ആയില്ലേ, ചായ ആയില്ലേ എന്ന് ഇങ്ങനെ ചോദിക്കുന്നു. ഞാൻ പറഞ്ഞു ഇപ്പം ആവും കേട്ടോ, അടുപ്പത്തുണ്ട്, ഇപ്പം ആവുമെന്ന്. അന്നേരം പട്ടാണി കറി, അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല ഗായ്സ്. പട്ടാണി കറിയാന്ന്, പുട്ടും പട്ടാണി കറിയും. അന്നേരം ഗ്ലാസും പ്ലേറ്റും എല്ലാം എടുത്ത് എല്ലാം കഴുകി കുട്ടികളുണ്ട് ചായക്ക് ഇരിക്കുന്നു. അവർക്ക് കട്ടൻ ചായയും വെച്ച്. എനിക്ക് രാവിലെ എണീച്ചാൽ പതിവാ
കാപ്പി കുടിക്കണം. ചായ എനിക്ക് അങ്ങനെ ഇഷ്ടമില്ല. കാപ്പി കുടിക്കുന്നതാണ് ഇഷ്ടം. അന്നേരം ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ട് വരുമ്പോൾ കാപ്പിപ്പൊടി കൊണ്ടുവരും. അമ്മ കാപ്പിപ്പൊടി തരുവേ. അങ്ങനെ കാപ്പിയെല്ലാം വെച്ച് പട്ടാണി കറിയെല്ലാം ഇട്ട് മൂന്നാളും കൂടി കഥയും പറഞ്ഞ് പുട്ട് തിന്നുകയാണ്. അങ്ങനെ അത് രസമല്ലേ, നമ്മൾ മൂന്നാളും കൂടി തിന്നുന്നു, കഥ പറഞ്ഞ്. എന്നിട്ട് അച്ഛ പറഞ്ഞേ എനിക്ക് ചായ വേണ്ട, വെള്ളം മതി. ഞാൻ പറഞ്ഞു ഇന്നൊരു ചായ കുടിക്കുന്നു, എനിക്ക് ചൂടാണേ, ചായ ചൂടോടെ കുടിക്കുന്നു എനിക്ക് ഇഷ്ടമില്ല എന്ന് അച്ഛതാ പറയുന്നു. ഒരു അച്ഛതാ ഹൊട്ട് വാരിവായിലിരുന്നു. അങ്ങനെ നാളെ സ്കൂൾ ലീവ് മതിയായിരുന്നു എന്ന് അപ്പു പറയുന്നു. നാളെ നമുക്ക് ലീവ് കിട്ടിയാൽ നല്ല സുഖമല്ലേ, അവന് പരീക്ഷ ഉണ്ടായിരുന്നു എന്ന് പഠിക്കാൻ പഠിച്ചിട്ട്. എന്നാൽ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക.